റാപ്പർ വേടന് ഇപ്പോൾ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടന്ന പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം നൽകും. വേടൻ ധരിച്ചിരുന്നത് പുലിപ്പല്ല് തന്നെയെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് സുവോളജി ലാബിലേക്ക് അയച്ചത്. 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ വനംവകുപ്പ് വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കും. നേരത്തെ വേട്ടയാടലും തിരിച്ചറിഞ്ഞിട്ടും അനധികൃത വസ്തു കൈവശം വെച്ചു എന്നതുമായ 2 വകുപ്പുകൾ പ്രകാരമാണ് വനംവകുപ്പ് കേസെടുത്തത്. കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയത്. വേടന്റെ മാലയിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ പരിപാടി നടത്തിയപ്പോൾ മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പിടിയാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടൻ മൊഴി നൽകിയത്. ആദ്യം തായ്ലൻഡിൽ നിന്നും എത്തിച്ച പുലിപ്പല്ല് എന്നായിരുന്നു മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേടനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി വനംവകുപ്പ് കേസെടുത്തിരുന്നു. പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് ഇന്ത്യയിൽ ജാമ്യമില്ലാ കുറ്റമാണ്. വിദേശത്തു നിന്ന് എത്തിക്കുന്നതും കുറ്റകരമാണ്. കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കൈവശം വെച്ചതിന് റാപ്പർ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതും ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതും. സംരക്ഷിത മൃഗത്തെ വേട്ടയാടി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിരുന്നു. സമ്മാനമായി ലഭിച്ച വസ്തു പുലിപ്പല്ല് എന്ന് അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ താനിത് ഉപയോഗിക്കില്ല എന്നായിരുന്നു വേടൻ അന്നു പറഞ്ഞത്. ഇതോടെ കേസിൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ്. രാജ്യം വിട്ടു പോകില്ല. പാസ്പോർട്ട് സമർപ്പിക്കാനും തയ്യാർ. പുലിപ്പല്ല് എന്ന് വനംവകുപ്പ് പറയുന്നത് അല്ലാതെ ശാസ്ത്രീയമായ തെളിവ് ഒന്നുമില്ല. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. ഇതാണ് വേടൻ അന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. അതേസമയം ജാമ്യാപേക്ഷയിൽ വനംവകുപ്പ് എതിർത്തെങ്കിലും അത് അംഗീകരിക്കാതെയായിരുന്നു കോടതിയുടെ നടപടി. രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കണമെന്നായിരുന്നു വനംവകുപ്പിന്റെ വാദം. വേടന്റെ മാനേജറെ ചോദ്യം ചെയ്യണം. അവരാണ് പരിപാടികൾ നോക്കുന്നത്. അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഉറവിടം അറിയാൻ സാധിക്കൂ. രഞ്ജിത്ത് കുമ്പിടി എന്നയാളാണ് മാല നൽകിയത് എന്ന് പറയുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ലെന്നും വനംവകുപ്പ് അറിയിച്ചിരുന്നു. നേരത്തെ തെളിവെടുപ്പിന് ശേഷമായിരുന്നു വേടനെ കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും അതിനൊക്കെ ശേഷമാണിപ്പോൾ ആ പുലിപ്പല്ല് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് ഇപ്പോൾ ഒടുവിൽ സ്ഥിരീകരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേടന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുകയാണ് ഈ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കേസിൽ വനംവകുപ്പ് ഉടൻ തന്നെ കുറ്റപത്രം നൽകാനാണ് സാധ്യത.